അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡൊമിനാർ 250യുടെ യൂസർ റിവ്യൂ ആണ്. ഇപ്പോൾ ഏകദേശം ഈ വണ്ടി ഇപ്പോൾ ഒരു 4000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സർവീസ് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലല്ല, അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇറങ്ങിയ മോഡൽ. അതായത് ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല, ഡിജിറ്റൽ ക്ലസ്റ്റർ അല്ല വരുന്നത്, ക്ലസ്റ്ററൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഏറ്റവും പുതിയ മോഡലിന് സെക്കൻഡറി മീറ്റർ ഇല്ല, പിന്നെ ക്ലസ്റ്റർ വ്യത്യാസമുണ്ട്. ക്ലസ്റ്ററിനകത്തെന്ന് വെച്ചാൽ ടേൺ ബൈ നാവിഗേഷൻ അങ്ങനെ കുറേ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ചാർജിങ് സോക്കറ്റാണ് വരുന്നത്. പിന്നെ എഞ്ചിനേക്ക് പറയുകയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ എഞ്ചിൻ സെയിം ആണ്. ഇപ്പം സിംഗിൾ പ്ലഗാണ് ഇപ്പോൾ വരുന്നത്, ഡ്യുവൽ അല്ല. അതുകൊണ്ട് വണ്ടി കുറച്ച് റിഫൈൻഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു, ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ലോങ് ഓടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലോങ് ഓടിക്കുമ്പോൾ ഏകദേശം ഒരു 35-40 സംതിങ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി യൂസ് ആണെങ്കിൽ പക്കയായിട്ട് എനിക്ക് 35 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടി തരുന്നുണ്ട്. ക്ലസ്റ്ററിലാണെങ്കിൽ ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് കാണാം, ഏകദേശം ഒരു വലിയ കുഴപ്പമില്ല. ഒരു 34-35 ക്ലസ്റ്ററെ കാണിക്കുന്നത്. ആ ഒരു മൈലേജ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. ഡെയിലി യൂസിനാണെങ്കിലും ആ ഒരു ആവറേജ് മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം റിഫൈൻഡ് ആണ്. നേരത്തെ മറ്റേ ആ സിംഗിൾ പ്ലഗിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ വണ്ടി ഒരു റിഫൈൻഡ് ആയ പോലെ തോന്നുന്നുണ്ട്. സൗണ്ടിലൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഓടിക്കുകയാണെങ്കിലും നമുക്ക് നല്ല കുറച്ചുകൂടെ റിഫൈൻഡ് ആയ ഒരു ഫ്ലോ ഒരു കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലിൻ്റെ ഇറങ്ങിയ പുതിയ മോഡലിൻ്റെ ക്ലസ്റ്ററും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ മുമ്പ് ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പോൾ സെക്കൻഡറി മീറ്റർ ഇല്ല, പിന്നെ ഈ മെയിൻ മീറ്ററിന് നല്ല വ്യത്യാസമുണ്ട്. അതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്, പിന്നെ ടേൺ ബൈ നാവിഗേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനകത്താണെങ്കിലും ഇപ്പോൾ നമുക്ക് ആവറേജ് മൈലേജ് കാണിക്കും, ഡിസ്റ്റൻസ് ടു MD കാണിക്കും, ഗിയർ പൊസിഷനുണ്ട്, ടൈമുണ്ട്, അങ്ങനെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ കാണുമ്പോൾ ഇതാണ് കുറച്ചൊരു ലുക്ക്. അതായത് ഇപ്പോൾ ഈ സെക്കൻഡറി മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വാണിംഗ് ലൈറ്റ് എല്ലാം വരുന്നുണ്ട്, ABSൻ്റെ ചെക്ക് എഞ്ചിന്, പിന്നെ നമ്മുടെ ബജാജിൻ്റെ ലോഗോയെ. പിന്നെ ഈ മീറ്ററിൻ്റെ താഴെയാണെങ്കിൽ RPM, പിന്നെ മോഡ് സ്വിച്ച് 2 വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ, ന്യൂട്രൽ സ്വിച്ച്, അങ്ങനെ കുറേ ന്യൂട്രൽ ഇൻഡിക്കേഷനൊക്കെ ഈ ഒരു ഇതിലും വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ക്ലസ്റ്ററിൽ ന്യൂട്രലിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വണ്ടിക്ക് മൊത്തത്തിൽ ഈ ക്ലസ്റ്ററും ആ ഒരു 2 ചേഞ്ചേ ഉള്ളൂ. ബാക്കി എൻജിൻ സൈഡിലും വേറെ ആയിട്ടൊന്നും മാറ്റങ്ങളൊന്നും പുതിയ വണ്ടികളായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ വണ്ടിക്ക് ഇല്ല. അങ്ങനെ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ മൈലേജാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് തോന്നി. ഏകദേശം എനിക്കൊരു 35-40 ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 250cc 35 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ആവറേജ് നല്ലൊരു മൈലേജാണത്. അപ്പോൾ ഞാൻ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി യൂസാണ് ഞാൻ ഓടിക്കുന്നത്. ഒരു 3500-4000 RPM ഒരു 60-70 കിലോമീറ്റർ റേഞ്ചിലാണ് സ്പീഡ്. അതായത് 60-70 കിലോമീറ്റർ സ്പീഡിലാണ് 3500 ടു ഒരു 4000 RPM ഇടയ്ക്കാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഡെയിലി ഞാൻ സെയിം റൂട്ടാണ് ഓടിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു റോഡുമാണ്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ എനിക്കൊരു 35 മേളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഒരു 35-36 എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവിലേക്ക് വരുവാണെങ്കിൽ, നെഗറ്റീവായിട്ട് എനിക്ക് വന്നതെന്ന് വെച്ചാൽ, ആദ്യം ഫസ്റ്റ് വണ്ടി എടുത്തൊരു കംപ്ലയിൻറ്റ് വന്നു, ഒരു ഗിയറിൻ്റെ പൊസിഷനിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. അപ്പം ഞാനത് ഷോറൂമിൽ വിളിച്ചു, വാറണ്ടിയിൽ തന്നെ എനിക്കത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. വേറെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ആയില്ല. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫോഗ്, അതായത് ഈ ഹെഡ്ലൈറ്റിൽ നല്ലതായിട്ട് ഫോഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഷോറൂമിൽ ചോദിച്ചപ്പോഴും ഞാൻ കുറേ കസ്റ്റമറോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറയുന്നത് ഇത് എല്ലാ വണ്ടിക്കും വരുന്ന ഒരു കംപ്ലയിൻ്റാണെന്ന് പറയുന്നത്. ഇപ്പം വേറെ ഇപ്പോൾ അകത്ത് വാട്ടർ എൻട്രി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വാറണ്ടിയിലൊക്കെ മാറാൻ പറ്റും. പക്ഷേ അല്ലാതെയുള്ള കേസിൽ ഇത് വാറണ്ടിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ വണ്ടിക്കും സെയിം ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രൈറ്റ് ഇട്ടിട്ട് കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും, പെട്ടെന്ന് പോകും. അപ്പം ചെറിയൊരു മഴ വന്നാലൊക്കെയാണ് ഇനിയൊരു പണി വരുന്നത്. കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇതുപോലെ തോന്നും, ഒരു കംഫോർട്ട് പോലെ തോന്നും നമുക്കിത്. പിന്നെ ഹെഡ്ലൈറ്റിനെ കുറിച്ചാണെങ്കിൽ നല്ല വെട്ടമൊക്കെയാണ്. പിന്നെ വൈറ്റ് കളറായതുകൊണ്ട് ഇപ്പോൾ നല്ല ഫോഗൊക്കെ ഉള്ള ക്ലൈമറ്റിലാണെങ്കിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റ് നല്ല വെട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടേണിങ് എടുക്കുമ്പോഴത്തേനും വിസിബിലിറ്റി കുറവുണ്ട്. അതിപ്പോൾ നല്ല ടേണിങ് ഉള്ള വഴി കൂടെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ വിസിബിലിറ്റി കുറവുള്ളത് തോന്നും. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് സാധാ ഒരു നോർമൽ ടയറാണ്. MRFൻ്റെ സാപ്പർ എന്ന് പറയുന്നൊരു 100 സെക്ഷനാണ് വരുന്നത്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു 130 വരുന്നത്. അതും സെയിം MRFൻ്റെ തന്നെ ഒരു നൈലോൺ ടയറാണ് വരുന്നത്. റേഡിയലൊന്നുമില്ല, നൈലോൺ ടയറാണ് വരുന്നത്. പിന്നെ ബ്രേക്കിലേക്ക് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബൈറ്റ് വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ്. ഇപ്പോൾ 300 mm ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ 230 ബാക്കി വന്നത്. ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും അത്യാവശ്യം നല്ലൊരു ബ്രേക്കാണ്. ഇത്ര നാൾ ഓടിച്ചതിൽ വെച്ച് എനിക്ക് നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. ബ്രേക്കിൻ്റെ ആയാലും കുഴപ്പമില്ല, സസ്പെൻഷൻ ആണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം അത്ര സോഫ്റ്റ് ഒന്നുമല്ല, കുറച്ച് ഹാർഡാണ്. പക്ഷേ അതാണ് കൂടുതൽ നല്ല നമ്മുടെ ഈ മോശം റോഡിൽ കൂടെ ഓടിക്കുമ്പം
അപ്പം ഇച്ചിരി ടൈറ്റുള്ള സസ്പെൻഷനാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം കട്ടറൊക്കെ വരികയാണെങ്കിലും വണ്ടിയിലോട്ട് അത്ര അടി വരത്തില്ല. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിലും സസ്പെൻഷനും കാര്യങ്ങളും വലിയ കുഴപ്പമില്ല. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇപ്പം മഴ സീസണാണല്ലോ, അപ്പം ഈ ഒരു ഭാഗത്തേക്ക് നല്ല ചെളി അടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഇത് കണ്ടില്ല, നമ്മുടെ ബാക്കിലത്തെ ഷോക്കിൻ്റെ അങ്ങോട്ടൊക്കെ നല്ലതായിട്ട് ചെളി അടിച്ച് കയറുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഈ ഒരു ഗാർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും ചെളി നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ അടിച്ച് വരുന്നത്. ഈ ഒരു സൈഡിലേക്കൊക്കെ ഫുള്ള് ചെളി ഇങ്ങനെ അടിച്ച് വരാറുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ സൈഡിലേക്കും ചെളി കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ ചെളി അടിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അപ്പം ഈ ഒരു ഇവിടെ ഒരു എക്സ്റ്റൻഡ് ഉണ്ട്, ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽപ്പുണ്ട്. അതിപ്പം കുറച്ച് നീളം കൂട്ടി വെച്ചാലും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ കട്ടിയും കുറവാണ്, ഈ അടുത്ത മഡ് ഗാർഡിന് കട്ടിയും കുറവാണ്. അവിടെ നിന്നാണ് നേരെ തെറിച്ച് ഇങ്ങനെ എഞ്ചിൻ സൈഡിലേക്ക് ഭയങ്കരമായിട്ട് ചെളിയാകുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമേ. അപ്പോൾ നമ്മൾ കഴുകി ഇറക്കി ഉടനെ തന്നെ ചെറിയൊരു ഇത് ചാടിയാലും വണ്ടിയുടെ ഫുള്ള് ചെളി അടിക്കുന്നത് ഈ എഞ്ചിൻ സൈഡിലേക്കും കണ്ടില്ല, ആ ഒരു ബാക്ക് സൈഡിലും കണ്ടില്ലേ, ഈ രണ്ട് സൈഡിലേക്കും നല്ലതായിട്ട് ചെളിയാകുന്നുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കുന്നുണ്ട്. ചിലപ്പം ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസിലേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് ഞാൻ ഏകദേശം ഒരു 650 കറക്റ്റ് 700 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് ചെയ്തത്. ഫസ്റ്റ് സർവീസിൽ എനിക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ ഫുൾ ചെക്കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് വന്നതൊക്കെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ചെയ്തേക്കുന്ന ഒരു ചെയിൻ ലൂബും ചെയിൻ ടൈറ്റും മാത്രം ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ കൂളൻ്റ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് എമൗണ്ട് വന്നത് 2200 എനിക്ക് എമൗണ്ട് വന്നത്. ഇപ്പം ചെയിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തോ 200 രൂപ കണ്ടവർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 1900-2000 രൂപ താഴെ ഫസ്റ്റ് സർവീസ് ആകത്തുള്ളൂ. അതുപോലെ സെക്കൻഡ് സർവീസ് ഓയിൽ ചേഞ്ച് വരുന്നില്ല. സോ നമുക്ക് പിന്നെ ഓയിൽ ടോപ്പപ്പ് മാത്രമേ സെക്കൻഡ് സർവീസ് വരുന്നുള്ളൂ. അപ്പം പിന്നെ തേർഡ് സർവീസിലാണ് ഓയിൽ ചേഞ്ച് വരുന്നത്. പക്ഷേ നമ്മൾ സർവീസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ സർവീസിലും ഒരു 5000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ സർവീസിലും ഓയിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ കൂടുതൽ ലോങ് ഒക്കെ ഓടുമ്പം ഓയിലിൻ്റെ ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ സർവീസിലും വെച്ച് നമ്മളൊരു ഓയിലിന് ഏകദേശം 1800 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ 5000 കിലോമീറ്ററിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതാണ് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാ സർവീസിലും ഓയിൽ ചേഞ്ച് ചെയ്യാൻ തന്നെയാണ്. അതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. പിന്നെ ഇതിൻ്റെ വാറണ്ടിയിലേക്ക് വരുവാണെങ്കിൽ വണ്ടിക്ക് ഇപ്പം വന്നിരിക്കുന്നത് നോർമലായിട്ട് 5 ഇയർ വാറണ്ടിയാണ്. അതിനകത്ത് ഏകദേശം നമുക്ക് തേയ്മാനം വരാത്ത പാർട്സുകൾ, അതായത് ക്ലച്ച്, ഡിസ്ക്, അങ്ങനെയുള്ള തേയ്മാനം വരാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇൻക്ലൂഡിങ് ആകുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇപ്പം ഞാനിപ്പോൾ തന്നെ എനിക്കൊരു ആദ്യം ഒരു വർക്ക് കിട്ടി തന്നെ വാറണ്ടിയിൽ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, ഗിയറിൻ്റെ കേസ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വാറണ്ടി തന്നെ പോകും. പിന്നെ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി ചെക്കപ്പ് ചെയ്തിട്ട് എക്സ്റ്റൻഡ് വാറണ്ടിയിലേക്ക് എടുക്കാം. അത് വണ്ടി ഫുൾ അവർ നോക്കിയിട്ട് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു 2 വർഷത്തെ മേളിൽ കിട്ടുമെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് എടുത്തിടാം. അപ്പം നമുക്ക് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എക്സ്റ്റൻഡ് വാറണ്ടി തരാമെന്നാണ് പറഞ്ഞത്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എല്ലാം നോക്കിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഉടനെ എടുക്കാൻ പറ്റത്തില്ല. എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നോർമൽ വാറണ്ടി തീർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത്. അപ്പോൾ അത് എടുത്ത് വിടുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ. അപ്പോൾ വലിയ ഓട്ടോ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിപ്പം 5 കൊല്ലം കൊണ്ട് 70 കിലോമീറ്ററൊക്കെ ഓടത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം ഓട്ടോ ഉള്ള വണ്ടിയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് 70 കിലോമീറ്റർ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം എക്സ്റ്റൻഡ് വാറണ്ടിയിലേക്ക് ചിന്തിച്ചാൽ മതിയാണ്. വാറണ്ടി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് കൂടുതൽ സ്പെൻഡ് ആകത്തില്ല. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ വണ്ടി എടുത്ത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1 മന്ത് ആയുള്ളൂ. പക്ഷേ എനിക്കൊരു ഇഷ്യൂ കിട്ടിയായിരുന്നു, അത് വാറണ്ടിയിൽ കവറായിപ്പോയി. അതുകൊണ്ട് എനിക്ക് വേറെ എമൗണ്ടോ കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം സ്മൂത്താണ്. ഇപ്പോൾ നമ്മളിപ്പം ഏകദേശം ഒരു നല്ല സ്പീഡിലേക്ക് പോയാലും വണ്ടി പക്ക സ്മൂത്താണ്, നമ്മൾ അറിയത്തില്ല. അതായത് ആ ഒരു സ്പീഡിലേക്ക് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു BS4 200 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേനും വണ്ടി പവർ നമുക്ക് കുറവുള്ളതല്ലോ തോന്നും. ആ ഒരു ഇനീഷ്യൽ ഒരു പവർ ഇതിന് കുറവാണ്. അതായത് ഇത് പതുക്കെ കയറി വരത്തുള്ളൂ. പിന്നെ വെയിറ്റും ഉണ്ട്, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി പതുക്കെ കയറി വരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പവർ കുറവുള്ളത് തോന്നുന്നു. വെച്ചാൽ 200 വെച്ച് നോക്കുമ്പോൾ പവർ കുറവുള്ള എനിക്ക് തോന്നി. ഞാൻ കുറേ നാളായിട്ട് 200 യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് നല്ല രീതിയിൽ പവർ കുറവാണെന്ന് തോന്നും. പക്ഷെ പെട്ടെന്ന് കയറി വരത്തില്ല, 200 കയറുന്ന പോലെ പെട്ടെന്ന് കയറത്തില്ല. പിന്നെ ഇതൊരു പതുക്കെ ഒരു നൈസ് ആ ഒരു രീതിയിൽ വണ്ടി പവർ ഡെലിവറി ആ ഒരു രീതിയിൽ കയറും. പിന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഗുണമാണ്. അതായത് ഇപ്പം നമ്മൾ ലോങ് ഒക്കെ പോകുമ്പം ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോങ് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം ഇപ്പം ഓൺ റോഡ് വണ്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 2,40,000-45,000 രൂപ ഇപ്പോൾ പുതിയ മോഡലിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് വണ്ടി എന്തായാലും വാല്യൂ ഫോർ മണിയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് പക്ക കുറവാണ്. ഇപ്പോൾ സർവീസിന് ഏകദേശം 2,000 വരുന്നുള്ളൂ. പിന്നെ പാർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
പാർട്സിന് നല്ല വില കുറവാണ്. ഇപ്പോൾ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം അതിനൊരു 100 രൂപ സംതിങ്, 100 രൂപ താഴെ വരുന്നുള്ള റേറ്റ്. അതുപോലെ പാർട്സിന് ഇപ്പം ബജാജിൻ്റെ വണ്ടിയായതുകൊണ്ട് എല്ലാ വണ്ടിക്കും പാർട്സിന് നല്ല, ബാക്കിയുള്ള കമ്പനി വെച്ച് നോക്കുമ്പോൾ പാർട്സിന് നല്ല രീതിയിൽ വില കുറവുണ്ട്. പിന്നെ മെയിൻ്റെനൻസ് ആണെങ്കിലും നമുക്ക് പറ്റും, അത്യാവശ്യം നല്ലൊരു മെയിൻ്റെനൻസ്. ഇപ്പം സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കംപ്ലൈൻറ്റുകളും അല്ലാതെ അതേപോലെ നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു എമൗണ്ട് എക്സ്പെൻസ് ആവുന്നുള്ളൂ ഇതിൻ്റെ പാർട്സുകൾക്കും ഇതിൻ്റെ സർവീസിനും വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഏകദേശം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയ ഒരു 35 അല്ലെങ്കിൽ 40 ഇടയ്ക്ക് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോങ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ഒരു 35 മേളിൽ പക്കായിട്ട് എനിക്ക് 35 മേളിൽ ലോങ് പോകുമ്പോൾ മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഡെയിലി യൂസ് ആണെങ്കിലും എനിക്കൊരു 34-35 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 250cc വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ നേരത്തെ 200 സംതിങ് കാർബേറ്റർ വണ്ടിയായിരുന്നു, അപ്പോൾ അതിനൊരു ഒരു ലെവലൊരു മൈലേജ് കിട്ടുന്നുള്ളായിരുന്നു. പിന്നെ ഇത് ഫ്യൂൽ പമ്പാണ്, അത് കാർബേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത് കയറിയപ്പോഴത്തേനും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വണ്ടി തോന്നുന്നുണ്ട്. കാർബേറ്റർ ആയിരുന്നപ്പോൾ അതിന് ചെറിയൊരു മിസ്സിങ് കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പം ഈ വണ്ടി പക്കാ സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ 200-ൻ്റെ അത്ര ഒരു റോ പവർ ഇതിന് ഇല്ല. 200-നെ പോലെ ഒരു റോ ആയിട്ടുള്ളൊരു പവർ ഈ വണ്ടിക്കില്ല. സ്മൂത്തായിട്ട് സ്പീഡ് നല്ല പവറുണ്ട്, അതായത് പെട്ടെന്ന് കയറി വരത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. 200 ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓവർടേക്കിംഗ് പക്കായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് അത്ര ഒരു ഇതിലേക്ക് തോന്നത്തില്ല. അത്യാവശ്യം എന്നാലും വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം പവറുണ്ട്, തീരെ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എക്സോസ്റ്റ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ ഏകദേശം നമുക്കൊരു ഡൊമിനാർ 400-ൻ്റെ ഏകദേശം ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ ഒരു ബിസിലിംഗ് സൗണ്ടല്ലോ, ഗിയറൊക്കെ ഡൗൺ ചെയ്യുമ്പോൾ ഒരു ബിസിലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു സൗണ്ടാണ്. പിന്നെ വണ്ടി പക്ക സ്മൂത്താണ്, എൻജിൻ സൗണ്ട് ആണെങ്കിലും. ഇപ്പം നമ്മുടെ ആ സിംഗിൾ സ്പാർക്ക് പ്ലഗിലേക്ക് വന്നപ്പം വണ്ടി കുറച്ചുകൂടെ സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വേറെ വണ്ടിയുടെ വെച്ച് നോക്കിയപ്പോഴത്തേനും എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ആ ഒരു യൂസറും എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ സർവീസിന് വന്നപ്പോഴത്തേനും ആ വണ്ടീനൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് തോന്നുന്നുണ്ടെന്ന്. അതൊരു 10-25 കിലോമീറ്റർ ഓടി വണ്ടിയായിരുന്നു, എന്നാലും ആൾ പറഞ്ഞത് ആ വണ്ടീനൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായിട്ടൊരു സൗണ്ട് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു യൂസർ പറഞ്ഞത്. പിന്നെ നോക്കുവാണെങ്കിൽ വേറെ കുറ്റമായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയാനില്ല വണ്ടിക്ക്. ബാക്കിയെല്ലാം മെയിൻ്റെനൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറ്റുന്നൊരു മെയിൻ്റെനൻസും സർവീസൊക്കെ ആണെങ്കിൽ നമുക്ക് താങ്ങുന്നൊരു സർവീസാണ്. പാർട്സിൻ്റെ വിലയാണല്ലോ അത്യാവശ്യം വലിയ എമൗണ്ടൊന്നും വരുന്നില്ല. ബ്രേക്ക് പാഡാണെങ്കിലും ഫ്രണ്ടിലത്തെ ആണെങ്കിലും നോർമൽ ബ്രേക്ക് പാഡ് വരുന്നത് അതിന് വലിയ എമൗണ്ടൊന്നും വരുന്നില്ല. പിന്നെ ചെയിൻ സോക്കറ്റ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ചെയ്യുമ്പോൾ പിന്നെ കുറച്ചുകൂടെ എമൗണ്ട് കൊടുത്തുള്ളൂ. അപ്പം ഞാൻ ചെയിൻ ഉപയോഗിക്കുന്ന ഗിയർ ഓയിലാണ്. ഞാൻ ലൂബോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ചെയിൻ ലൂബ് ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഗിയർ ഓയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ 200-ലും ഗിയർ ഓയിലായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ചെയിൻ ലൈഫ് കിട്ടുന്നുണ്ടായിരുന്നു 200-ൽ. ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. 200 ഞാൻ ഗിയർ ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഗിയർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് ഇപ്പം ഏകദേശം എന്നാ ലൂബ് അടിച്ചാലും നമുക്ക് വെറുതെ പോകാമെന്നേ ഉള്ളൂ, മഴയത്ത് അങ്ങ് പോകും. ഇപ്പം ഗിയർ ഓയിലാകുമ്പം കുറച്ചുകൂടെ നിൽക്കും, കുറച്ചുകൂടെ കട്ടിയുണ്ടല്ലോ, ഓയിലിന് കുറച്ചുകൂടെ കട്ടിയുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഓയിൽ നിൽക്കാറുണ്ട്. പിന്നെ എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഗിയർ ഓയിലിന് വലിയ എമൗണ്ട് ഒന്നുമില്ല, ഒരു 100 രൂപ താഴെ വരത്തുള്ളൂ. അത് അത്യാവശ്യം നമുക്ക് ചെറിയ ടിന്നിലാണ് കിട്ടുന്നത്. അതിന് മേളിൽ തുറന്നു കഴിഞ്ഞാൽ ഒഴിക്കാനും എളുപ്പമുണ്ട്. പിന്നെ ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. നമുക്കിപ്പം പെഡോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 പേര് വേണം എടുത്ത് വെക്കണമെങ്കിൽ. ഇത്ര വെയിറ്റ് ഉള്ള വണ്ടിയാണ്, ഹെവി ആയിട്ടുള്ളതുകൊണ്ട് പെഡോക്ക് ഇല്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെയിനിലൊക്കെ ലൂബ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, ഇപ്പം ഞാനിപ്പം ഗിയർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അത്ര നീറ്റായിട്ട് നിൽക്കത്തില്ല, ഓയിലിവിടെയൊക്കെ വരും. ഗിയർ ഓയിൽ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. ലൂബാകുമ്പോൾ അത്ര ഇത് തെറിക്കും നല്ലതായിട്ട്. ഗിയർ ഓയിൽ എന്ന് വെച്ചാൽ തെറിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കണ്ടല്ലേ ഒടിച്ചിരിക്കുന്നത്, ക്ലീൻ കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒത്തിരി കൂടുതൽ ഒഴിക്കില്ല ഗിയർ ഓയിൽ, അതായത് ഒരു മീഡിയം ലെവലിൽ നമുക്ക് അറിയാമല്ലോ ആ ഒരു രീതിയിൽ ഒഴിക്കാമായിരുന്നു. അതാകുമ്പോൾ എമൗണ്ടും കുറവുണ്ട്. എനിക്ക് ലൈഫ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഗിയർ ഓയിലാണ് കൂടുതൽ ലൈഫ് കിട്ടിയിരിക്കുന്നത്. ഗിയർ ഓയിലാണ് എനിക്ക് കൂടുതൽ, അതായത് 200-ലാണ് ഞാൻ ഗിയർ ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെയിൻ മാറിക്കഴിഞ്ഞ് ഫുള്ള്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 30,000 സംതിങ് ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 25,000 കിലോമീറ്റർ എങ്ങാണ്ട് എനിക്ക് 27,000 മേളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ മെയിൻ്റെനൻസ് വേറെ ചെയിൻ നല്ലതായിട്ട് നോക്കുക. പൾസർ ഇപ്പോൾ ബജാജ് വണ്ടി ആയതുകൊണ്ട് തന്നെ ചെയിനായിരിക്കും കൂടുതൽ അടി വരുന്നത്. അപ്പം ചെയിൻ നമ്മൾ നല്ലതായിട്ട് നോക്കുക. പിന്നെ വേറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇപ്പം ബ്രേക്ക് പാഡൊക്കെ ആണെങ്കിലും കറക്റ്റ് ടൈമിൽ മാറുക.
വേറെ മെയിൻ്റെനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ടോപ്പ് കഴുകിയിട്ട് ബാക്കിയെല്ലാം വാഷ് ചെയ്യാൻ നോക്കും. അതായത് ഈ ചെളിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചെളികളൊക്കെ ഫസ്റ്റ് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ സ്ക്രാച്ചസ് ഒന്നും വീഴത്തില്ല. ഇത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഈ ചെളി ഇങ്ങനെ അടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ ഈ എൻജിൻ സൈഡിലും കണ്ടില്ലേ ഈ 2 ചെളി അടിച്ച് വരുന്നുണ്ട് നല്ല രീതി. ഈ മഴ ടൈമിൽ ഓടിക്കുന്നതുകൊണ്ട് ശരിക്കറിയാൻ പറ്റുന്നുണ്ട്. കാലിലേക്കും തെറിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 2 കാലിലും ചെളി തെറിക്കുന്നുണ്ട്. അപ്പോൾ ബാഗിൽ ഇരിക്കുന്നവരുടെ ദേഹത്തോട്ട് ചെറിയ രീതി ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെറിയ രീതി മണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഈ വണ്ടിക്ക് ഞാൻ പറയുന്നത്. ആ ചെളിയുടെ ഒരു ഇഷ്യൂ മാത്രമുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഇപ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ കാല് തെറിക്കുന്നുണ്ട്. കറക്റ്റ് ഫ്രണ്ടിൽ 2 കാലിലും നല്ല രീതിയിൽ ചെളി തെറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുമ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞില്ലേ, അതായത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഫോഗ് വരുന്ന ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിന് AMC ഉണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പം സർവീസിൽ AMC ഇത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർട്സിനും നമുക്ക് ലേബറിനും കുറച്ച് പൈസ കുറച്ച് കിട്ടും. അത് നമുക്ക് ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും അത് നല്ലത്. അതിന് കുറച്ച് കൂടുതൽ നമുക്ക് നമ്മുടെ സർവീസ് സെൻറ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്ര ഒരു 3000-4000 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ബാക്കി ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ കാര്യങ്ങളും സെക്കൻഡ് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഒരു 250 ഒരു യൂസർ. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആയ ചില കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓക്കെ.